നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 1200 ഇടവമാസം 7-ാം തീയതി, അതായത് 2025 മെയ് മാസം 21-ാം തീയതി ബുധനാഴ്ചത്തെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:06 അസ്തമയം വൈകിട്ട് 6:37 നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. 12 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ഈ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാറില്ല. നാളത്തെ നക്ഷത്രം ശക്തമായ ചതയം നക്ഷത്രമാകുന്നു. ശതഭിഷക് എന്നാണ് ചതയം നക്ഷത്രത്തിൻ്റെ സംസ്കൃത നാമധേയം. ആൻ അസംബ്ലിംഗ് ഓഫ് 100 സ്റ്റാർസ്, 100 നക്ഷത്രങ്ങളുടെ കൂട്ടമാകുന്നു ശതഭിഷക്. അതുകൊണ്ടാണ് ചതയ നക്ഷത്രക്കാർക്ക് വളരെയധികം ആത്മീയമായ പ്രഭാവവും വ്യക്തിത്വവും നാം കാണുന്നത്. ചതയ നക്ഷത്രം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരിക ശ്രീനാരായണ ഗുരുവിൻ്റെ നക്ഷത്രമാകുന്നു. അപ്രകാരം തന്നെ ചതയ നക്ഷത്രമാകുന്നു കേരളം ഭരിച്ച നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാവ് EK നായനാർ. നാളത്തെ ബുധൻ എന്ന ദിനം വളരെ നല്ലതാണ്. പക്ഷേ സ്വാഭാവികമായും നാം സ്ത്രീകൾ, നാൽക്കാലികൾ, ഗർഭിണികൾ ഇവർ സഞ്ചരിക്കാത്ത ദിവസമാകുന്നു ബുധനാഴ്ച. അപ്രകാരം വെള്ളിയാഴ്ചയും. പിന്നെ നാളെ തിഥി അത്ര അനുകൂലമായൊരു തിഥിയല്ല. നാളെ കറുത്തപക്ഷത്തിലെ നവമി തിഥിയാകുന്നു. നവമി ഒഴിഞ്ഞ രിക്താതിഥിയാകുന്നു. 3 തിഥികളാണ് ഒഴിഞ്ഞ തിഥികൾ. ചതുർത്ഥി 4-ാമത്തേതും നവമി 9-ാമത്തേതും ചതുർദശി 14-ാമത്തെയും തിഥികൾ ഒഴിഞ്ഞ തിഥികളാണ്. ഇത് വെളുത്തപക്ഷമെന്നോ കറുത്തപക്ഷമെന്നോ ഭേദമില്ല ഇതിന്. പിന്നീട് തിഥികളിൽ ദുർബലമായ തിഥികളാകുന്നു പൗർണമി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുന്ന പ്രതിപദം. അപ്രകാരം അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്ന 1-ാമത്തെ തിഥിയായ പ്രതിപദം. പിന്നീട് ദോഷമുള്ളൊരു തിഥിയാകുന്നു അഷ്ടമി തിഥി. അത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ഗുണമല്ല. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. പഞ്ചാംഗത്തിൽ 1-ാമതായി ചിന്തിക്കുന്ന വിഷയമാണ് തിഥി. ഭൂരിസ്ത്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുമ്പോൾ സമ്പത്തിനെയാണ് ഓർമ്മ വരിക. അതിനാൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ നാളത്തെ ദിനം ഇടപെടുന്നത് അത്ര നല്ലതല്ല. വിഭവത്തിന് പൂർണ്ണത ലഭിക്കില്ല എന്നർത്ഥം. പക്ഷേ ദിനം നല്ലതാണ്, നക്ഷത്രം നല്ലതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനത്തിൽ ആരെ ഭജിക്കാം? ചതയ നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? രാഹുവാകുന്നു. തിരുവാതിര, ചോതി, ചതയം. ഈ നക്ഷത്ര ദിനങ്ങളിൽ നമുക്ക് ഏറ്റവും ആരാധിക്കുവാൻ നല്ലത് സർപ്പാരാധനയാണ്. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനിയുമായി സർപ്പസങ്കേതത്തിൽ അവിടെ നിന്നും ഈ മന്ത്രം ചൊല്ലുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. സർപ്പത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യവും ചൈതന്യവും നാളത്തെ ദിനത്തിൽ ലഭിക്കട്ടെ. സർപ്പപ്രീതിർ അവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ എന്നാണ് പ്രമാണം. നമ്മുടെ ആരോഗ്യത്തിനും സന്താന ശ്രേയസ്സിനും സർപ്പപ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമാകുന്നു. നാടീയ മർമ്മസു രാഹു കേതു ഗുളികാൻ. രാഹു, കേതു, ഗുളികൻ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ നാഡികളെയും ഞരമ്പുകളെയുമാണ്. രക്തത്തിൽ രാഹു വന്നാൽ ഭാവിയിൽ ബാലൻസ്, ശിരോജന്യമായ രോഗങ്ങൾ തീർച്ചയായും ഉണ്ടാകും. 7-ാം ഭാവത്തിൽ രാഹുകേതുക്കൾ വരികയാണെങ്കിൽ മൂത്രാശയ സംബന്ധമായ യൂറോളജിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ സുനിശ്ചിതമാണ്. പല്ലുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും വളരെയധികം വരും. ഏതായാലും നാളെ നാഗപ്രീതി ചെയ്യുക. ആയില്യപൂജയോ സർപ്പബലിയോ അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചനയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാവുന്നതാണ് പരിഹാരമായി. പിന്നീട് നാളെ നല്ല ശുഭമുള്ള സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. നാളെ കാലത്ത് 7:30 മുതൽ 10 മണി വരെയുള്ള സമയം. അപ്രകാരം ഉച്ചയ്ക്ക് 1:45 മുതൽ 3 മണി വരെയുള്ള സമയവും എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.